ഹലോ. പിന്നെ എന്താ കല്യാണമൊക്കെ കണ്ടില്ല എല്ലാരും? ഇനിയും കുറെ കവർ ചെയ്യാണ്ടായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് സ്ഥലം കിട്ടിയില്ല. വീഡിയോ എടുക്കാൻ തിക്കും തിരക്കുന്നേ. അതിൻ്റെ പേരിലാണ് മുഴുവൻ കിട്ടാതിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആമിക്കുട്ടീൻ്റെ കല്യാണം കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഗീതുമോളെ മോളാണ്. പിന്നെ ഗീതുമോളെ മോനൊന്നും നല്ല എനിക്ക് ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കിട്ടിയാലും അങ്ങോട്ട് ഓണം പോലെ അങ്ങോട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി അങ്ങോട്ട് ഇട്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വീഡിയോസൊക്കെ ആരെങ്കിലും അയച്ചാൽ നമുക്ക് ഇടാമായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയില്ലാന്ന്. നമ്മളെടുത്തതൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ എല്ലാവരും കല്യാണം കണ്ട് ഇപ്പോൾ ഈ മുല്ലപ്പ് എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും പ്രിയപ്പെട്ട ഒരു കല്യാണം. ഇനി അത്രയും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ കണ്ട്, നമ്മൾ കുഞ്ഞാവുമ്പേ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ കണ്ട് കുഞ്ഞുങ്ങളെയും കണ്ട് അതാണ്. എന്തൊരു സ്നേഹമാണ് മക്കൾക്ക്. നമ്മളെ കണ്ടിട്ട് പോലില്ല, എന്നാലും നമ്മളെ ചാനലൊക്കെ കാണാറുണ്ട് എന്ന് മക്കൾ ഓടി വന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ചക്കര ഉമ്മ മക്കള്, നല്ല മക്കള്, ഒരു അഹംഭാവമില്ലാത്ത കുട്ടികള്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മക്കളും ഉണ്ട് എന്നുള്ളത് ഇത് തെളിവാണ്. ഇതൊക്കെ അല്ലേ, അതൊക്കെ നമ്മളെ അച്ഛന്മാരെ പഠിപ്പാണ്, നമ്മളെ ചെക്കന്മാർ പഠിപ്പിച്ച പഠിപ്പാണ്. അമ്മമാരെ കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ ചെക്കന്മാരാണ് നമ്മളത്. കാരണം ചേച്ചീൻ്റെ മോൻ്റെ കുഞ്ഞുങ്ങളാണ് വന്നിട്ട് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്കിതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ഈ കല്യാണത്തിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രജിമോൻ, അവൻ എന്തോ കുരുത്തക്കേടുകൊണ്ടെന്ന് പറഞ്ഞാൽ മുരിങ്ങക്കായിട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചാടി പറിച്ചതോ അങ്ങനെ എന്തോ ആണ്. കാല് എന്തോ പ്രശ്നമായി, കല്ലിൻ്റെ മുകളിലൊക്കെ അടിച്ച് അങ്ങനെ ഭയങ്കര കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ കല്യാണത്തിന് ആദ്യം മുതലേ ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് കത്ത് തന്ന് ക്ഷണിക്കാനൊക്കെ റെഡി ആയിരുന്ന കുഞ്ഞാന് പറ്റിയില്ല. സാരമില്ല, അടുത്ത് നമ്മളെ മോൻ്റെ കല്യാണത്തിന് വരാമല്ലോ. പിന്നെ നമ്മളെ ഗീതുമോളെ മോനില്ലേ, അവൻ്റെ കല്യാണത്തിനൊക്കെ വരട്ടോ കുഞ്ഞെ, വിഷമിക്കണ്ട. പിന്നെ മോൻ്റെ വൈഫ് എന്നെ, അവളെ സ്റ്റേജ് മേലായിരുന്നു എന്നെ കണ്ട്. ഞാൻ താഴെ അവിടെ ഇരിക്കുകയായിരുന്നു. എന്നെ കണ്ടത് അവളെ സ്റ്റേജിൽ വന്ന് തിരക്കിട്ടിറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ ഇച്ചി ചെന്ന്. അപ്പം അത് ഞാൻ ഇവിടെ വന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ്, പ്രജിമോൻ്റെ ഭാര്യ എന്നെ സ്റ്റേജിൽ നിന്ന് കണ്ടത് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിച്ച് എൻ്റെ വീഡിയോ കാണാറുണ്ട്. ആദ്യം എൻ്റെ വീഡിയോ ആണ് മോനും മോളൊക്കെ കാണാന്ന് പറഞ്ഞ് മോളെ കണ്ട്. പിന്നെ അപ്പോൾ പിന്നെ പ്രവീൻ്റെ വൈഫിനെയും കണ്ട്, പിന്നെ പ്രിയമോൻ്റെ ഭാര്യനെയും കണ്ട്. അവൾ കുറച്ചൊന്നും അകന്ന് പിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ. പ്രവീൻ്റെ വൈഫും പിന്നെ ആദ്യമായിട്ടാവില്ല, അവളെ കല്യാണത്തിനൊക്കെ കണ്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും കണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ള അവരിലുണ്ടായ കുഞ്ഞുങ്ങളാണ്. അവർ സൂപ്പർ മക്കൾ, നല്ല മക്കളെ, സ്നേഹമല്ല, നമ്മളെപ്പോലെ സ്നേഹം ആ കുട്ടികൾക്കും ഉണ്ടായല്ലോ. അതാണ് അതിൽ ഞാൻ ബിഗ് സലോട്ട് അവരെ പപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ. അപ്പോൾ ഈ കല്യാണത്തിൽ എല്ലാവരും കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ എന്നോ ഒരുങ്ങുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഫേഷ്യൽ ചെയ്ത്, സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്ത്, പക്ഷെ ഈ തൈരൊക്കെ ഇട്ട് ഫേഷ്യൽ ചെയ്ത് കല്യാണത്തിന് പോയപ്പോൾ കറുത്തു പോയോ എന്നൊരു സംശയം. പെട്ടെന്ന് എന്ത് പിന്നെ എല്ലാവരും ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ ആരും ഞാൻ മറക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ കട്ടാക്കി. എന്തിന് ഇനിയിപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞ് വല്ല വിഡ്ഢിത്തരാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കട്ടാക്കി കഴിഞ്ഞത്. സാരമില്ല. അപ്പം പ്രിയമോനെ കുറിച്ചും അല്ല, പ്രിയമോനെ കുറിച്ച് പറയണം. പ്രിയമോനെ അവൻ കല്യാണത്തിന് വന്നിട്ടുണ്ട്, പക്ഷെ അവനെ ഞാൻ കണ്ടില്ല. പിന്നെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് പ്രവീൺ ഏത് ദൂരത്തുനിന്ന് ഏത് പ്രായത്തിലും നമ്മളെ കണ്ടുപിടിക്കും. കാരണം വെച്ചാൽ അവൻ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെ സിവിൽ എഞ്ചിനീയറൊക്കെ പഠിച്ചത് കോഴിക്കോടാണ്. അപ്പം ഞങ്ങളാ പ്രായത്തിൽ ഓനും എപ്പോഴും പഠിപ്പൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ വരുന്നതാണ്. അങ്ങനെ അവനെപ്പോഴും കാണുന്നതിനെ കൊണ്ടും പിന്നെ പ്രജിമോനെ എപ്പോഴും കാണുന്നതിനെ കൊണ്ട് ഏത് ദിക്കും നമുക്ക് മനസ്സിലാവും. പ്രിയമോനെ എനിക്ക് അത്രയ്ക്ക് ആണോ അല്ലേ. പിന്നെ ആ ജിംബോഡി കണ്ടപ്പോൾ ആണ് എനിക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞ്, നമ്മളെ തങ്കമണേച്ചിൻ്റെ അടുത്ത് പറഞ്ഞ അതായിരിക്കും എന്ന്. പക്ഷെ എനിക്കത്
ശരിയായിട്ടൊരു ധാരണയും കിട്ടിയില്ല. പിന്നെ ഓരോപ്പം പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നു. കാരണം ചേച്ചീനെ എനിക്ക് കിട്ടൂല. പിന്നെ എൻ്റെ കൂടെ ആരും ഇല്ലേനും. ചേച്ചീൻ്റെ കൂടെയാണ് വന്നത്. പക്ഷെ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട, എവിടെ ആരും ഇല്ലാന്ന്. പെട്ടെന്ന് പിന്നെ അമ്മേൻ്റെ അടുത്തൊന്ന് പോകണം, അയ്മീച്ചിൻ്റെ അടുത്ത് അങ്ങനെ പോകണം, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം പ്രിയമനെ നമ്മൾ തമ്മിൽ കാണാൻ പറ്റില്ല. സാരമില്ല, അടുത്ത് നമ്മൾ മീറ്റ് ചെയ്തതായിരിക്കും. ഞാൻ കണ്ടിട്ടോ, നീ എന്നെ കണ്ടില്ല, അത്രയുണ്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ. പക്ഷെ എല്ലാവരും കണ്ടാലും എൻ്റെ ഫാമിലീൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും കാണണം. എൻ്റെ ഫാമിലീനെ കണ്ട് ഞാൻ ഹാപ്പി. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കുഞ്ഞുങ്ങളാണ് അതൊക്കെ. അപ്പം നമ്മളെ പ്രിയപ്പെട്ട ഫാമിലി. പിന്നെ എൻ്റെ പ്രേമലാമ്പൻ്റെ അവിടുന്നോ രമേശിൻ്റെ അവിടുന്നോ നിന്നിയൊന്നും വന്നില്ല. അവരെന്നെ വിളിച്ചില്ലേടി കല്യാണത്തിന്, ഗീതുമോളെ. അവരെ കാണാൻ പറ്റിയില്ല, സാരില്ലപ്പെട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് അടുത്ത് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഏറ്റവും ബൈബിൾ പറയട്ടെ. നമ്മളെ ഏട്ടനെ കണ്ട്, നമ്മുടെ പ്രകാശേട്ടനെ കണ്ട്, അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് സംസാരിച്ച്. അപ്പോൾ പിന്നെ ഗീതുമോൾ എല്ലാ സമയം കൊണ്ട് കുറച്ച് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അങ്ങോട്ട് വിട്ട്, മോളെ അങ്ങോട്ട് പോയിക്കോ, പിന്നെ കാണാൻ പറഞ്ഞു. അവൾ തിരക്കല്ലേ, നമുക്ക് ആരും ഓർമ്മ ഉണ്ടാവില്ല. ഈ കല്യാണ സമയത്ത് എന്താ ഏതാ പറയേണ്ടതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആരും അവള് മിണ്ടിയില്ല പിടിച്ചില്ല ഒന്നും പറയാൻ പറ്റില്ല. അന്നത്തെ സമയത്ത് നമുക്ക് തലയിൽ പെരുപ്പുണ്ടാവുക. നമ്മൾ കണ്ടവരെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് കല്യാണം കൂടിയവരോട് വരെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തേ കല്യാണത്തിന് വരാത്തത്? അതായത് കുടിക്കുന്ന സമയത്ത്, കല്യാണത്തിന് കൊറോണ പോളെ കല്യാണത്തിന്, കുടിക്കലിന് വരെ എന്തേ. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തല്ല, പിന്നെ സുനീച്ചി നിങ്ങൾ എന്തേ കല്യാണം കുടിക്കലിന് വരാഞ്ഞ്? മോളെ ഞാൻ വന്നല്ലോ. അയ്യോ അപ്പം നമുക്കൊരു ഭ്രമ ഉണ്ടാവും. അപ്പം നമുക്ക് എന്നാലും മോൾ ആ സമയത്ത് നമ്മളോട് മിണ്ടി സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലവ്, എല്ലാവർക്കും ലവ് സ്നേഹം നിറഞ്ഞ ലവ് തന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ മക്കളുണ്ട്, യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, നമ്മൾ നിർത്തുകയാണ്. പിന്നെ എൻ്റെ പുഷ്പേച്ചിൻ്റെ ആൺകുട്ടികളെ മക്കൾക്ക് സൂപ്പർ മക്കൾ, ഒന്നും പറയാനില്ല. ബിഗ് സല്യൂട്ട്. അപ്പം ടാറ്റാ, ലവ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ എൻ്റെ ചെയ്യുന്നു. ലവ് യു ഉമ്മ. അപ്പോൾ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. പ്രജിമനെ മറക്കത്തേ ഇല്ലടാ, നിന്നെ എപ്പോഴും കാണുന്നല്ലേ, മുത്തല്ലേ, നമ്മളെ മുത്തല്ലടാ, നിന്നൊന്നും മറക്കേ ഇല്ല, മറക്കാനേ പറ്റത്തില്ല.